കടൽ കടന്ന കനൽവഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ഒരു ചരിത്ര വിചാരം. നമ്മുടെ പഠന പരമ്പര മുന്നോട്ട് പോകുന്നു. ഇന്ന് നമ്മൾ 71-ാമത്തെ പാഠമാണ് പഠനവിധേയമാക്കുക. 69-ാമത്തെ ക്ലാസ്സാണ്. ഒരു നിമിഷം പ്രാർത്ഥനാപൂർവമായിരിക്കാം. നല്ല തമ്പുരാൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിൻ്റെ അനന്തമായ സ്നേഹവും കാരുണ്യവും ഞങ്ങളിൽ സമൃദ്ധമായി ചൊരിയണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പഠനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സഭയെക്കുറിച്ച് കൂടുതൽ തീക്ഷ്ണതയോടെ ധീരതയോടെ മനസ്സിലാക്കുവാനും സഭാജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ. പരിശുദ്ധമേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കണമേ. മാറിയൂസേപ്പെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, കവൽമാലാഖമാരെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, 71-ാം പാഠമാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ജോൺ മാളിയേക്കൽ സാറ് ഭാഷാന്തരം വരുത്തിയ വർത്തമാന പുസ്തകമാണ് പഠനവിധേയമാക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ പേജ് നമ്പർ 406 മുതൽ 412 വരെയുള്ള ഭാഗങ്ങളാണ്. പേജുകളിലാണ് ഇന്ന് 71-ാമത്തെ പാഠം നമ്മൾ കാണുക. ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. വർത്തമാന പുസ്തകത്തിലെ 71-ാം പാഠം ലിസ്ബണിൽ മാർ യോസേഫ് കരിയാറ്റിയും പാറേമാക്കൾ തോമാ കത്തനാരും നേരിട്ട കടുത്ത പീഡനങ്ങളുടെയും അതിജീവനത്തിൻ്റെയും കഥയാണ് പറയുന്നത്. മദ്രാഭിഷേകം കഴിഞ്ഞിട്ടും നാട്ടിലേക്ക് തിരിക്കാൻ അനുവദിക്കാതെ തടഞ്ഞുവച്ച കാലത്തെ സംഭവങ്ങൾ പാറേമാക്കലച്ചൻ അതീവ ഹൃദ്യമായിട്ട് വിവരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള വിശകലനമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. പതിവ് പോലെ 5 ആശയങ്ങളായിട്ടാണ് ക്ലാസ് നമ്മൾ എടുക്കുക. പാഠപുസ്തകം വായിക്കുന്ന കാര്യം മറന്നു പോകുന്നില്ലല്ലോ. പേജ് നമ്പർ 406 മുതൽ 412 വരെ. ഒന്നാമത്തെ ആശയം, വിദേശാധിപത്യത്തിൻ്റെയും ക്രൂരമായ വശങ്ങളും വിമോചനത്തിൻ്റെ പ്രത്യേക സാധ്യതകളും എന്നാണ്. മുൻപാദങ്ങളിൽ വിവരിച്ചതുപോലെ മെത്രാൻ നിയമനം നേടിയെടുത്ത് മലങ്കര നസ്രാണികളുടെ അത് വലിയൊരു വിജയമായിരുന്നു. വിദേശികളായ പാതിരിമാരെയും മിഷണറിമാരെയും പാറേമാക്കൾ ക്രൂര വ്യാഘ്രാതത്തോടാണ് ഉപമിക്കുന്നത്. അതായത് നസ്രാണികളെ അടിമകളാക്കി രക്തം കുടിച്ചു മതിച്ചിരുന്ന ഒരു വ്യാഘ്രാതത്തിൻ്റെ തലയിൽ തറച്ച ചവളം, അതിന് ശൂലമെന്നാണ് പറയുക. ശൂലമായിരുന്നു കരിയാറ്റിയുടെ മെത്രാൻ നിയമനമെന്നാണ് അവർ പറയുന്നത്. സ്വന്തം ജാതിയിൽ നിന്നും കുലത്തിൽ നിന്നും ഒരു വിമോചകൻ മോശയെപ്പോലെ ഉണ്ടാകുന്നത് വിദേശികൾക്ക് സഹിക്കാനായില്ല എന്ന് രേഖപ്പെടുത്തുന്നു. അവരുടെ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയത്താൽ കരിയാറ്റിയെ എങ്ങനെയെങ്കിലും തടഞ്ഞു വയ്ക്കാൻ അവർ ശ്രമിച്ചു. വളരെ മനോഹരമായ ക്രമങ്ങളാണ് നമ്മൾ കാണുക. മെത്രാനായതിനു ശേഷവും അദ്ദേഹത്തിന് അതിൻ്റെ അധികാരം പാലിയും ഉൾപ്പെടെ ലഭിച്ചിട്ട് പോലും ആ അധികാരത്തിന്മേൽ നടത്തുന്ന കടന്നുകയറ്റത്തെ നമ്മൾ കാണുക. രണ്ടാമത്തത്, വംശീയമായ അധിക്ഷേപങ്ങളും ദുഷ്പ്രചരണങ്ങളും. കരിയാറ്റി പിതാവിനെതിരെ വിദേശികൾ ഉന്നയിച്ച പ്രധാന ആരോപണം അദ്ദേഹം അന്യജാതിക്കാരൻ ആണെന്നായിരുന്നു. പറങ്കികൾക്ക്, അതായത് പോർച്ചുഗീസുകാർക്ക് മാത്രം അവകാശപ്പെട്ട സ്ഥാനത്ത് ഒരു ഇന്ത്യക്കാരനെ നിയമിച്ചത് ഭോഷത്വമാണ് എന്നവർ പ്രചരിപ്പിച്ചു. ഒരു ഇന്ത്യക്കാരൻ മെത്രാനായ പോർച്ചുഗൽ രാജാവിനോടുള്ള വിശ്വസ്തത ഇല്ലാതാകുമെന്നും നാട്ടുകാർ യൂറോപ്യന്മാരെ പുറന്തള്ളി സ്വന്തം മെത്രാന്മാരെ വാഴിക്കുമെന്നും അവർ ഭയപ്പെടുത്തി. മർത്തീഞ്ഞു ദെ മെൽ എന്ന സർവാധിക്യകാരൻ ഈ ആരോപണങ്ങൾക്ക് ചെവി കൊടുത്ത് അത് വലിയ പ്രതിസന്ധിക്ക് കാരണമാക്കി. മൂന്നാമത്തെ ആശയം ഇതാണ്, പൗരോഹിത്യ കർമ്മങ്ങളും നിയമന പ്രശ്നങ്ങളും. തടസ്സങ്ങൾക്കിടയിലും കരിയാറ്റി പിതാവ് തൻ്റെ സഭാപരമായ ചുമതലകൾ നിർവഹിച്ചു. സ്നേഹിതനായ മിഷ്കീത്ത പാതിരിയുടെ മരുമകന് സുറിയാനി ക്രമത്തിൽ അദ്ദേഹം പട്ടം നൽകി. കൂടാതെ എംബ്രല്ല ആശ്രമ ദേവാലയത്തിൽ വെച്ച് നിരവധി വിശ്വാസികൾക്ക് സ്ഥൈര്യലേപനം നൽകുകയും ചെയ്തു.
സുറിയാനിക്കാരനായ മെത്രാൻ ലത്തീൻകാരന് പട്ടം നൽകുന്നതും ലത്തീൻ ഭാഷയിൽ സ്ഥൈര്യലേപനം നടത്തുന്നതും കാനൻ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ് ശത്രുക്കൾ ഇതിനെ വിവാദമാക്കി. എന്നാൽ ഇതിനു മറുപടിയായി പാറേമാക്കൽ അച്ഛൻ ലത്തീൻ മലയാളം ഭാഷകളിലൊരു പ്രബന്ധവും ഇടയലേഖനവും തയ്യാറാക്കി രാജാവിനും പ്രഭുക്കന്മാർക്കും നൽകി ശത്രുക്കളുടെ വായടച്ചു. നാലാമത്തെ ആശയം ഇതാണ്: പ്രഭുവിൻ്റെ മകളുടെ സഹായവും സാമ്പത്തിക സുരക്ഷിതത്വവും. യാത്ര വൈകുകയും ശത്രുക്കൾ വളയുകയും ചെയ്തപ്പോൾ സാമ്പത്തികമായും അവർ ബുദ്ധിമുട്ടി. കരിയാറ്റ് പിതാവിന് ലഭിക്കേണ്ട മാസപ്പടി ശമ്പളം മുടങ്ങിയ വിവരം അറിഞ്ഞ പ്രഭുവിൻ്റെ മകൾ കൊന്തസ ദെ ഒബിത്തൂർസ നേരിട്ട് ഇടപെടുന്നു. അവൾ ഖജനാവിൽ പോയി അപേക്ഷ നൽകി പിതാവിനുള്ള മാസപ്പടി വാങ്ങി നൽകി. ലിസ്ബണിൽ താമസിച്ച കാലമത്രയും ഈ സ്ത്രീയാണ് അവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ തുണയായി നിന്നിരുന്നത്. ഒരു മെത്രാനായിട്ട് പോലും സാമ്പത്തികമായ രീതിയിൽ എത്രമാത്രം ഇന്ത്യക്കാരനായ മെത്രാനായതുകൊണ്ട്, പോർച്ചുഗീസുകാരുടെ ഗണത്തിൽ നിന്നും മാറിയവനായതുകൊണ്ട്, ഒരു മെത്രാൻ്റെ പദവിയിലായിരുന്നിട്ടുകൂടി പോലും അദ്ദേഹം അനുഭവിക്കുന്ന വേദനകളാണ് നമ്മൾ കാണുക. അഞ്ചാമത്തെ ആശയം ഇതാണ്: വസൂരി രോഗവും അതിജീവനവും. ശാരീരിക പീഡങ്ങളേക്കാൾ കഠിനമായ രോഗപീഠ അവരെ വേട്ടയാടി. പാറേമാക്കലച്ചനും പിന്നാലെ കരിയാറ്റി പിതാവിനും കഠിനമായ വസൂരി പിടിപെട്ടു. പിതാവിൻ്റെ അവസ്ഥ അതീവ ഗുരുതരമാണെന്നും അദ്ദേഹം മരിക്കുമെന്നും കരുതി ശത്രുക്കൾ ആഹ്ലാദിച്ചു. എന്നാൽ അഗതികളുടെ സഹായമായ തമ്പുരാൻ അവരെ മരണവക്രത്തിൽ നിന്നും രക്ഷിച്ചു. രോഗം മാറിയതോടെ അവർ വീണ്ടും യാത്രയ്ക്കായി ശ്രമിച്ചുവെങ്കിലും കൊച്ചി മെത്രാനായിരുന്ന യൂസേദെ സെല്ലിദോരെയും മറ്റും റോമിലും ലിസ്ബണിലും അയച്ച പരാതികൾ കാരണം വീണ്ടും 2.5 വർഷം കൂടി അവരെ പാറേമാക്കൽ കത്തനാർക്കും കരിയാറ്റ് പിതാവിനും അവിടെ കഴിയേണ്ടി വന്നു. ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. കരിയാറ്റ് പിതാവിൻ്റെ മെത്രാൻ നിയമനത്തെ പാറേമാക്കൽ അച്ഛൻ ഏത് ആയുധത്തോടാണ് ഉപമിക്കുന്നത്? ചവളം അല്ലെങ്കിൽ ശൂലം. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച മോശയെ പോലെ മലങ്കര സഭയുടെ വിമോചനകനായി പാറേമാക്കൽ ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? മാർ യോസേഫ് കരിയാറ്റിയെ. കരിയാറ്റ് പിതാവിനെതിരെ വിദേശികൾ ഉന്നയിച്ച പ്രധാന വംശീയ ആരോപണം എന്തായിരുന്നു? അദ്ദേഹം അന്യജാതിക്കാരൻ ആണെന്നും അത് പോർച്ചുഗൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും. മെത്രാപ്പോലീത്ത സുറിയാനി ക്രമത്തിൽ പട്ടം നൽകുന്നത് ആരുടെ മരുമകനാണ്? മെഷ്കീത്ത പാതിരിയുടെ. കരിയാറ്റ് പിതാവ് സ്ഥൈര്യലേപനം നൽകിയ ദേവാലയം ഏതാണ്? എംബ്രല്ല ആശ്രമ ദേവാലയം. സ്ഥൈര്യലേപന സമയത്ത് പിതാവ് എത്ര സമയം പ്രഭാഷണം നടത്തി? 1/2 മണിക്കൂർ. ശത്രുക്കളുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി പാറേമാക്കൽ അച്ഛൻ എഴുതിയ ലേഖനം പറങ്കി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? യൂസേ യോവാക്കീം. രാജാവിനും പ്രഭുവിനും നൽകിയ ഇടയലേഖനത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഒരു വശത്ത് ലത്തീനും മറുവശത്ത് മലയാളവുമായിരുന്നു. മാസപ്പടി മുടങ്ങിയപ്പോൾ അത് വാങ്ങി നൽകാൻ സഹായിച്ച പ്രഭുവിൻ്റെ മകളാര്? കൊന്താസ ദെ ഒബിത്തൂർസ.
ലിസ്ബണിൽ വെച്ച് കരിയാറ്റി പിതാവിനും പാറയമാക്കൽ അച്ഛനും പിടിപെട്ട മാരക രോഗമേത്? വസൂരി. പിതാവിനെ ചികിത്സിച്ച വൈദ്യൻ്റെ പേരെന്ത്? ബർബ്രോസ. കുച്ചി മെത്രാനായിരുന്ന ആരാണ് കരിയാറ്റി പിതാവിനെതിരെ റോമിലേക്ക് പരാതികൾ അയച്ചിരുന്നത്? യൂസേ ദെ സെല്ലിദോര.